നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു പറയുന്നു. അവന്റെ കൽപ്പനകളെ സഭയ്ക്കകത്ത് വന്നിട്ട് പോലും ആരെങ്കിലും അവരുടെ കൽപ്പനയെ പ്രമാണിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ എത്ര കള്ളന്മാരാണ് നമ്മുടെ ഇടത്തുമരത്തിൽ. യേശുവിന്റെ ഇടത്തുമരത്തിലും ഉണ്ടായിരുന്നല്ലേ? അവരുടെ സഭയിലും കള്ളന്മാരുണ്ടോ ഇല്ലയോ? നിറയെ കള്ളന്മാരുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞിട്ട് വായും നാവും തഴമ്പിച്ചു കൽപ്പന പ്രമാണിക്കുന്നു. അതേപോലെ ക്രിസ്തു പല ഉപദേശം കേൾക്കുന്നില്ല. അവന്റെ കൽപ്പന സഭയ്ക്കകത്ത് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് നീ വിശുദ്ധ പറയുന്നുവെങ്കിൽ, അവന്റെ കൽപ്പന പ്രമാണിക്കാതിരിക്കുന്നുവെങ്കിൽ നീ പക്കാ കള്ളനാണ്. പക്കാ കള്ളൻ. ഒന്നുകൂടെ ചേർത്ത് അവൻ കളയുടെ ലിസ്റ്റിൽ അവന്റെ പേര് എഴുതപ്പെടും. അത് നോക്കി. ഒരു സത്യമില്ല. സത്യമില്ല. ഒരു സത്യവും വ്യക്തിയില്ല. അങ്ങനെയുള്ളത് ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നേക്കും. ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം, അവന്റെ കൽപ്പന പ്രമാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥ ദൈവസ്നേഹം അവനിൽ ഇരിക്കും. ഇതൊക്കെയാണ് സഭയ്ക്കകത്ത് നടക്കേണ്ടത്. ദൈവസ്നേഹം, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, ദർശനങ്ങള്, സത്യത്തിന്റെ ജീവിതം, പാമ്പില്ലാത്ത ജീവിതം, ജീവിതം, ആരാധന, ഉപവാസ പ്രാർത്ഥന, വിശുദ്ധി. ഇതാണ് ത്രിയേക ദൈവസാന്നിധ്യങ്ങളുടെ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിഞ്ഞുകൊണ്ട് തരികിട കാണിച്ചാൽ ന്യായീകരിക്കുന്ന ഉപകരിക്കാനായിട്ട് അവരെ കളിയുടെ ലിസ്റ്റ് കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിലനിർത്തുവാൻ പോകുന്ന ദൈവത്തിൽ 3:10 വായിച്ചു. അധ്യായം 3:10 അത് അധ്യായം തന്നെ. അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും സഭയിൽ പോയി ഞായറാഴ്ച 6:30 വരുമ്പോ എല്ലാം സെർച്ച് ചെയ്യണം. ഈ രണ്ടു കൂടെ സഭയ്ക്കകത്തുണ്ട്. എവിടെ 10 പേര് കൂടിയിട്ടുണ്ടോ അവിടെ 2 കൂട്ടരും ഉണ്ട്. ഞാൻ 10 തുടങ്ങാം കേട്ടോ. ഞാൻ ഇത് മനസ്സിലാക്കി തരുന്നത് ഒരു വൈതാന്ന് ആ കിളച്ചിനത് തിരിക്കുന്ന ദിവസമാണ് പറയുന്നത്. വായിച്ചോട്ടെ. ദൈവത്തിന്റെ മക്കൾ ഇതിനാൽ ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ സന്തതികൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും നമ്മൾ ദൈവത്തിലുള്ളവരല്ല. അവിടെ ആ മുകളിലത്തെ വാക്യമാണ്. ഇതിനാൽ അറിയാം യഥാർത്ഥത്തിലുള്ള ദൈവവേദന ആരും പിശാചിന്റെ സന്തതി ആരും. ദൈവത്തെ കണ്ടടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി ഇത്രയും നല്ലൊരു ആലോചന നമുക്ക് കേൾപ്പിച്ചു. നമ്മുടെ സഭ എങ്ങനെയായിരിക്കണം, നമ്മുടെ സഭയിലെ കൂട്ടായ്മ എങ്ങനെയായിരിക്കണം, അവിടെ ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ പ്രമാണമനുസരിച്ചുള്ള ജീവിതം, വിശുദ്ധ ജീവിതം, ദൈവത്തോട് കൂടിയിരിക്കുന്ന അനുഭവങ്ങൾ, ലോകമൊത്തെ ജനമുഖത്തെ വെറുക്കുന്ന അനുഭവങ്ങൾ, എന്റെ ദൈവമേ പോസ്റ്റ് പറയാത്ത അനുഭവങ്ങൾ, സ്നേഹിക്കുന്ന അനുഭവങ്ങൾ. ഇതാണ് സഭ. അതെ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ്. സത്യത്തെ ന്യായത്തോട് പറയുന്ന അവൻ സത്യത്തെയും പാപത്തെയും നീതിയെയും ന്യായത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ സന്തോഷമുള്ള ഒരു മുന്തിരിത്തോട്ടമാണ് ദൈവസഭ. പക്ഷെ ഇപ്പൊ മുന്തിരിത്തോട്ടത്തിൽ അന്യായ ശക്തിയിൽ കടന്നുകൂടിയ കള പോലെ ഇരുന്നുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ധാരാളം സഭയിൽ കാണാം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മൾ അവരെ പോലെ ആകരുത്. ഇന്ന് കേട്ട വചനപ്രകാരം നീ പോയിട്ട് പ്രാർത്ഥിക്കേ. അതാവേ അവരെ കളയായിട്ട് സഭയിരിക്കുവാൻ അനുവദിക്കരുത്. നല്ലൊരു ഗോതമ്പ് മണിയായി ഞാൻ പോകുന്ന സഭയിൽ എന്നെ ആക്കിയിരിക്കണമേ. ഞാൻ പോകുന്ന സഭ ഇന്ന് പ്രാവശ്യം പറഞ്ഞിടക്ക് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യയുടെ സഭയാണോ, അവിടെ ആ ഒരു ഉപദേശമുണ്ടോ, അവിടെ ആയിരിക്കട്ടെ. എന്നെ അയക്കണമേ. അതേ കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം അങ്ങനെ തന്നെ നിങ്ങളെ ഒരുക്കും. ഈ ഭജനകളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് തങ്ങളുടെ ശരി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന.